ഉപ്പുതോട് ജീവ ലൈബ്രറിയുടെ ചാർജ് എടുത്തിട്ട് ഇന്ന് 9 മാസം പൂർത്തിയാകുകയാണ്. ഈ 9 മാസത്തിനിടയ്ക്ക് ഞങ്ങളിത് 7ാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തെ പ്രതിരോധ ആയുർവേദ ക്യാമ്പ് ഉപ്പുതോട് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും ജീവ ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ ഡോക്ടർ തുഷാര മഴക്കാല പ്രതിരോധങ്ങളെ എങ്ങനെ നേരിടണം, വ്യക്തി ശുചിത്വം, അതുപോലെ നാടിൻ്റെ ശുചിത്വം, ഇതേപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുകയും യോഗ ഇൻസ്ട്രക്ടർ യോഗയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പുൽക്കുന്നേൽ, ഇവിടുത്തെ വാർഡ് മെമ്പർ രഞ്ജിത്ത് സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ജീവ ലൈബ്രറി പ്രസിഡന്റ് ശ്രീ പി ടി ജോർജ് അവറുകൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം നടത്തിയ മെഡിക്കൽ കോളേജിൻ്റെയും നേത്ര സൗജന്യ ക്യാമ്പ് ജീവ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നടത്തിയ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 37 കണ്ണാടി ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്കും ഈ ഭരണസമിതിക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ആ ക്യാമ്പിൽ പങ്കെടുത്ത 37 പേർക്ക് ഇന്ന് ഞങ്ങളിവിടെ സൗജന്യമായിട്ട് അത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവരികയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് അത് വിതരണം ചെയ്യാനും സാധിച്ചു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാവരെയും ഏകോപിച്ച് ഈ നാടിൻ്റെ മുൻപോട്ടുള്ള പുതിയ തലമുറകൾക്ക് ഒരു മാതൃകയായിട്ടാണ് ഞങ്ങളുടെ ഈ ലൈബ്രറിയെ, ഈ താലൂക്കിൽ ഏകദേശം 61ഓളം ലൈബ്രറികളുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു ലൈബ്രറിയായി മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. ഈ നാട്ടിൽ മരിയാപുരം പഞ്ചായത്തിൻ്റെയും കാമാക്ഷി പഞ്ചായത്തിൻ്റെയും ആത്തിക്കടിയുടെയും കൂടെ അതിർത്തി പ്രദേശമായി ഇവിടെ ഞങ്ങളെപ്പോഴും ഇവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും എല്ലാം ബോട്ടിൽസ് പാഴ്വസ്തുക്കളെല്ലാം കൃത്യമായി ഞങ്ങൾ ഇവിടെ ഇടേണ്ട സ്ഥലത്ത് വേസ്റ്റ് ബിന്നിലൊക്കെ ഇട്ട് ആൾക്കാരെ ബോധവൽക്കരിച്ച് ഒരു നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഇവിടെ രോഗ ക്യാമ്പിലേക്ക് പരിശോധന നടത്തി അവർക്ക് വേണ്ടതായ അരിഷ്ടം, അതുപോലെ പ്രതിരോധ മരുന്നുകൾ, കഷായം, കുഴമ്പ് എന്നിവ ഇപ്പോൾ ഇവിടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഇതിന് വന്ന് സഹകരിച്ച എല്ലാവർക്കും ജീവ ലൈബ്രറിയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യോഗ പരിപാടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ആയുർവേദം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ചികിത്സാ രീതിയാണ്. ശരീരവും മനസ്സും സമന്വയത്തിലിരിക്കുമ്പോഴാണ് യഥാർത്ഥ ആരോഗ്യമെന്നാണ് ആയുർവേദം പറയുന്നത്. നമ്മുടെ കൃത്യമായ ജീവിതശൈലിയിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക, പ്രകൃതിദത്തമായ ചികിത്സാ രീതിയിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ ഭക്ഷണക്രമം, വ്യായാമം, യോഗ അങ്ങനെയുള്ള കൃത്യമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും ആയുർവേദം രൂപപ്പെടുത്തുന്നതിനും അതുവഴി നമ്മുടെ ആരോഗ്യം മികച്ചതായിരിക്കുന്നതിനും ആരോഗ്യവാനായിരിക്കുന്നതിനും എല്ലാവരും ആരോഗ്യവാനായിരിക്കുന്നതിനുമാണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, BP അങ്ങനെയുള്ള മറ്റ് രോഗങ്ങൾ ഇതിനെല്ലാമുള്ള മരുന്നും ഇതെല്ലാം പരിശോധന അതിന് വേണ്ട മരുന്നും മറ്റ് രോഗങ്ങളുടെ മരുന്നുമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വവും വഹിച്ച ജീവ ലൈബ്രറിയുടെ ഭാരവാഹികൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു ലൈബ്രറി എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു നാടിൻ്റെ ഒരു
പ്രധാന സങ്കേതങ്ങളായിരുന്നു വിനോദത്തിനും ഒക്കെയുള്ള. ഇപ്പോൾ ലൈബ്രറികളെല്ലാം, പണ്ട് വായനശാലകൾ പുസ്തകം വായിക്കാനും ക്യാരംസ് കളിക്കാനും അങ്ങനെയൊക്കെയുള്ള ആഘോഷ പരിപാടികൾ നടത്താനൊക്കെ പണ്ട് ലൈബ്രറികൾ ഗ്രാമങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ലൈബ്രറികൾ അതിൻ്റെ പ്രൗഢിയെല്ലാം വിട്ട് വെറും കെട്ടിടങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സമയത്താണ് ജീവ ലൈബ്രറി ഈ നാടിനും സമൂഹത്തിനും മാതൃകാപരമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അവരെ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിപ്പം ഇവിടെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തുന്നപ്പം കണ്ണട വിതരണമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഇതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇതുപോലെ മാതൃകാപരമായ ഇടപെടൽ നടത്തുന്ന ജീവ ലൈബ്രറിയുടെ ഭാരവാഹികളെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ സെക്രട്ടറി മൈക്കിൾ മാത്യു പുതുക്കുഴിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി നിങ്ങളെ ബോറടിപ്പിക്കാതെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ക്യാമ്പിലേക്ക് കടക്കാം. ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ഈ ജീവ ലൈബ്രറി നിഷ്ക്രിയമായി ഒന്നുമില്ലാതെ 315 രൂപ ബാലൻസോട് കൂടി ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ ഒരു പ്രവർത്തനം എങ്ങനെ മുമ്പോട്ട് കാഴ്ചവെക്കണമെന്ന് ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ ആൾക്കാരെ സംഘടിപ്പിച്ച് അവരുടെ വിശ്വാസം ആർജിച്ച് ഞങ്ങൾ ഇത് 9 മാസത്തിനിടയ്ക്ക് 7ാമത്തെ പ്രോഗ്രാമാണ് ഈ ലൈബ്രറിയിൽ വെച്ച് നടത്തുന്നത്. ഇതിനു മുമ്പ് 6 പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിയത് വൻ ജനപിന്തുണയോടുകൂടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാ പ്രോഗ്രാമും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുകയും ഈ ലൈബ്രറിയുടെ 3 നില കെട്ടിടം, എനിക്ക് തോന്നുന്നു ഈ കരിമൻ 6-ൻ്റെ ഇക്കരെ ഈ പരിസരത്തെങ്ങും ഇതുപോലെ ഒരു 3 ലൈബ്രറി കെട്ടിടങ്ങളില്ല എന്നതൊരു സത്യമാണ്. ഈ 3 ലൈബ്രറി കെട്ടിടത്തിൻ്റെ എല്ലാവിധ മെയിൻ്റനൻസും 1 ലക്ഷത്തിലധികം മുകളിൽ ചെലവഴിച്ച് എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി റൂഫിംഗ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ജീവ ലൈബ്രറിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഈ 9 മാസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് 25,000 രൂപ ഇപ്പോൾ ബാങ്കിൽ ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട് എന്ന കാര്യം ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ലൈബ്രറിക്ക് ഒരു തലമുറ കഷ്ടപ്പെട്ട ഒരു മനുഷ്യരുണ്ട്. പണ്ട് ഇതൊക്കെ ഒരു വിനോദമെന്ന് പറഞ്ഞാൽ ലൈബ്രറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ കഠിനാധ്വാനവും ഇവിടെ വന്ന് ഈ ഇല്ലിയും കമ്പും എല്ലാം വെട്ടി തൂമ്പായും കുട്ടയും കൊണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട സമൂഹമെല്ലാം ഇന്ന് നമ്മളെ മൺമറിഞ്ഞു പോയിരിക്കുകയാണ്. അതിൽ ചിലരൊക്കെയാണ് ഈ ചെന്നാപ്പാറ രവിച്ചേട്ടന്, അങ്ങനെ കുറച്ച് പേരൊക്കെ മാത്രമേ ഇത് ആദ്യം തുടക്കം മുതൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരുള്ളൂ. അവർ ചെയ്ത ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരു നല്ല മനുഷ്യരായി നമ്മൾക്കും മാതൃക കാണിച്ച് നമ്മൾ ഇന്ന് വാഴും പൂവിനെ പോലെ നാളെ വാടും ഒരു പൂവിനെ പോലെ നമ്മൾ നാളെ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മകൾ ഈ നാടിന് നന്മ ചെയ്തുകൊണ്ട് ഓരോ തലമുറയും കടന്നു പോവുക, അടുത്ത തലമുറകൾക്ക് നല്ലത് വരട്ടെ, നല്ലത് വരാനും അതിനുള്ള മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുകയുമാണ്. ഞങ്ങളുടെ ഈ ലൈബ്രറിയുടെ പരിസരത്ത് ഞങ്ങൾ മരിയാപുരം പഞ്ചായത്തിൻ്റെയും കാമാക്ഷി പഞ്ചായത്തിൻ്റെയും വേസ്റ്റ് ബിന്നുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം വൃത്തിയായിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം തന്നെ യഥാസ്ഥാനത്താണ് ഇവിടെ നാട്ടുകാരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറ, ഒരു ശുദ്ധമായ കേരളത്തിന് നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മരിയാപുരം പ്രസിഡന്റ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ കാരണത്താൽ അവർക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവരെ ജിപ്സി ജോസഫിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പൊയ്ക്കുന്നേൽ, അദ്ദേഹം നമ്മളെ എല്ലാം പ്രിയങ്കരനാണ്. വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് ഈ ജീവ ലൈബ്രറിയുടെയും ഈ നാട്ടുകാരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ വാർഡ് മെമ്പർ, ചിറ്റടിക്കോല ഉപ്പുതോട് വാർഡ് മെമ്പർ, 4ാം വാർഡ് മെമ്പർ രഞ്ജിത്ത് സുകുമാരൻ എപ്പോഴും നമ്മുടെ ഈ ലൈബ്രറിയുടെ
പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പിന്തുണയും ആയിട്ട് ഞങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുകയും ഈ ക്യാമ്പ് ഇങ്ങനെ ഇവിടെ നടത്താമെന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്ത പുതിയാവറമ്പിൽ ബിജുവിനും അതുപോലെ രഞ്ജിത്തിനും പ്രത്യേകം ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ തുഷാര അടൂരാണ് ഡോക്ടറിൻ്റെ വീടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അപ്പോൾ ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ജീവ ലൈബ്രറിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സൗമ്യ, മറ്റ് സ്റ്റാഫുകളെ, പിന്നെ നമ്മുടെ ആദരണീയ നമ്മുടെ ഈ ബിൽഡിങ്ങിന് സൗജന്യമായി സ്ഥലം തന്ന പുതിയാവറമ്പിൽ PT തോമസ് ഏട്ടൻ്റെ ഇളയ മകനായ PT ജോർജ് സാറാണ് നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബർ തയ്യൽ ജോബിൻസിനെയും പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും ഈ ജീവ ലൈബ്രറിയുടെയും മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ഉപ്പതോട് ആയുർവേദ ഡിസ്പെൻസറിയുടെയും പേരിൽ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി ജോൺ പുൽക്കുന്നതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ശേഷം മഴക്കാലത്തിന് മുമ്പുണ്ടാകാറുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം പ്രായമായ ആളുകൾക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് ജീവ ലൈബ്രറിയുടെയും ഉപ്പതോട് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ 3 ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മടത്തങ്കടവിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പൊതുകൃഷിയിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ആയുർവേദ വകുപ്പും അതുപോലെ വിവിധ ആശുപത്രികളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു വരികയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഒരു മൂലയാണ് ഈ ചിരിടിക്കോല വാർഡ്. ഈ ഭാഗത്ത് നമ്മുടെ ഉപ്പതോട് ആയുർവേദ ആശുപത്രിയിൽ വരുന്ന ആളുകൾ കാമാക്ഷി പഞ്ചായത്തിലെയും മരിയാപുരം പഞ്ചായത്തിലെയും വാത്തിക്കുടി പഞ്ചായത്തിലെയും അതുപോലെ വാഴത്തോപ്പ് പഞ്ചായത്തിലെയും ആളുകൾ നമ്മുടെ ഉപ്പതോട് ഡിസ്പെൻസറിയിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ മരിയാപുരം നാരാക്കാന ഭാഗത്തെ ആളുകൾ കൂടുതലും ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് സൗകര്യാർത്ഥം ഓരോ മേഖലയിലും ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ആരോഗ്യരംഗമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളും ബോധവാന്മാരാണ്. അവരെ ബോധവൽക്കരിക്കുകയും സമയത്ത് പ്രായമായ ആളുകൾക്ക് മരുന്ന് പോയി വാങ്ങിക്കുന്നതിനുള്ള അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നേരിൽ കണ്ട് ഡോക്ടർമാർ ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് അവരുടെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കുകയും അതോടൊപ്പം അവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുകയും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവസരത്തിൽ ജീവ ലൈബ്രറി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നത് വളരെ പ്രോത്സാഹനജനകമായ കാര്യമാണ്. അധ്യക്ഷ പ്രസംഗകൻ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ നമ്മുടെ ഹൈറേഞ്ച് മേഖലയുടെ മലയോര മേഖലയുടെ പ്രധാന ഒരു ആശാകേന്ദ്രമായിരുന്നു ലൈബ്രറികളും അതുപോലെ ക്ലബ്ബുകളും. എന്നാൽ ഇന്ന് വിജ്ഞാനം വിരൽത്തുമ്പിൽ വന്നതോടുകൂടി ആളുകൾക്ക് ലൈബ്രറികളിലേക്ക് വരുന്നതിന് താല്പര്യമില്ല. ഏത് കാര്യവും തങ്ങളുടെ മൊബൈലിൽ നെറ്റിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ ആധുനിക യുഗം മാറിയതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നതിനോ അതല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുന്നതിനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ള പ്രിയപ്പെട്ട ഈ ലൈബ്രറിയുടെ പ്രസിഡൻറ്റ് PT ജോർജ് ഒരു വിമുക്ത ഭടനാണ്. അതോടൊപ്പം ഈ ലൈബ്രറിയുടെ സെക്രട്ടറി മൈക്കിൾ പൂതക്കുഴിയും ഒരു വിമുക്ത ഭടനാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി നിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഈ പ്രദേശത്തെ റോഡുകൾ വെട്ടിത്തെളിക്കുകയും മുഴുവൻ
കാര്യങ്ങളും സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാം എന്നൊരു ചിന്ത ആളുകളുടെ ഇടയിലുണ്ട്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് പൂതക്കുൾ സിറ്റിയിൽ നിന്ന് രാജമുടിക്കുള്ള റോഡുകൾ വെട്ടിത്തെളിച്ചു. അതുകൂടാതെ ഈ ലൈബ്രറിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി യോഗം കൂടി പലതരത്തിലുള്ള സംരംഭങ്ങൾ ചെയ്തു വരുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തെ പറ്റി പറയുമ്പോൾ ഈ ലൈബ്രറി ഇരിക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിലാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മരിയാപുരം പഞ്ചായത്തും ആണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മരിയാപുരം പഞ്ചായത്തിലുള്ള ഉപ്പുതോട് റേഷൻ കട സിറ്റിയിലുള്ള ചെക്ക് ഡാം അത് നന്നാക്കുന്ന കാര്യത്തിലൊക്കെ ഈ ക്ലബിലെ ഭാരവാഹികൾ ബിജു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമം നടത്തുകയും അത് നമ്മുടെ യുവജനങ്ങൾക്ക് അവിടെ ഇറങ്ങി കുളിക്കുന്നതിനും നീന്തുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിലൂടെ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം നമ്മൾ ഒരു വർഷം ഈ അവധിക്കാലത്ത് തന്നെ നാം പത്രം വായിച്ച് എത്രയോ കുട്ടികൾ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവങ്ങളുണ്ടായി. എന്നാൽ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ നീന്തൽ പഠിക്കുകയും അവർ ഇടപെടുന്ന മേഖലകളിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുന്നതിനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും. അത്തരത്തിൽ വളരെ ആശാവഹമായ നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുന്നതിന് ജീവ ലൈബ്രറിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിരവധി ക്ലബ്ബുകളുണ്ടെങ്കിലും അതല്ലെങ്കിൽ ലൈബ്രറികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ജീവ ലൈബ്രറി നടത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി മരിയാപുരം പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കും. അതോടൊപ്പം നമുക്ക് ആവശ്യമായ മരുന്നുകളും ഇവിടെ വിതരണം ചെയ്യും. കൂടുതലായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയും ഇവിടെ ഇത്തരത്തിൽ അടുത്ത വർഷവും നമുക്ക് ക്യാമ്പ് നടത്താനുള്ള സൗകര്യങ്ങൾ ജീവ ലൈബ്രറി ഒരുക്കിയാൽ അതിനുള്ള സംവിധാനം മരിയാപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നതിന് നമ്മുടെ വാർഡ് മെമ്പർ രഞ്ജിത്ത് പ്രത്യേക താല്പര്യം എടുക്കുകയും ഇവിടുന്ന് ആളുകൾക്ക് അവിടെ വന്ന് മരുന്ന് മേടിക്കുന്നതിന് പകരം ഏതെല്ലാം മരുന്നുകൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ഈ പ്രദേശത്തെ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് അതോടൊപ്പം സമീപ പഞ്ചായത്തുകൾ ഇപ്പോൾ ഈ പൂതക്കുൾ സിറ്റിയെ പറയുമ്പോൾ 3 പഞ്ചായത്തുകളിലെ ഒരു സംഗമസ്ഥാനമാണ് ഇവിടം. മരിയാപുരം, വാത്തിക്കുടി, കാമാക്ഷി എന്നീ പഞ്ചായത്തുകളുടെ ഒരു സംഗമസ്ഥാനം കൂടി ആയതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും അതോടൊപ്പം രഞ്ജിത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നതിന് വളരെ താല്പര്യമെടുത്ത ഡോക്ടറെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയുകയാണ് ഇവിടെ കണ്ണാടി വിതരണം ചെയ്യുന്ന കാര്യം. ഇവിടെ ഒരു കണ്ണ് പരിശോധനാ ക്യാമ്പ് നടത്തിയതിന് ശേഷം ഈ പ്രദേശത്തെ ഉള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി, പ്രത്യേകിച്ച് കണ്ണാടി വാങ്ങുന്ന ആളുകൾ നമുക്കറിയാം ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കണ്ണ് പരിശോധിക്കുകയും കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകമായി ഒരു കണ്ണ് പരിശോധനാ ക്യാമ്പ് നടത്തുകയും അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജീവ ലൈബ്രറി നടത്തുന്നത്. അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഔപചാരികരുടെ പേരിൽ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ആയുർവേദ ക്യാമ്പിനെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉപ്പോട് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുഷാരയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഉപ്പുതോട്ടെ ഡോക്ടറാണ്. പേര് ഡോക്ടർ തുഷാര. എൻ്റെ സ്ഥലം അടൂരാണ്. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കിവിടെ തന്നതിന് ജീവ ലൈബ്രറിയുടെ സംഘാടകരോട് ഞാനും എൻ്റെ സഹപ്രവർത്തകരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ആദ്യമേ അതാണ് പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നില്ലേ. ഇനി ഇപ്പോൾ നടക്കുന്നത് പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പാണ്. പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മഴ ഇന്നു മുതലാണ് കാലവർഷം തുടങ്ങുന്നതെന്ന് വാർത്തയിൽ പറഞ്ഞു കണ്ടു. തുടങ്ങിയതായിട്ട് തന്നെ തോന്നുന്നു. അപ്പം നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയും വന്നു തുടങ്ങിയെന്നും ആണ് പറയപ്പെടുന്നത്. നമുക്ക് തുടങ്ങാം. ആയുർവേദ മരുന്നുകൾ എല്ലാം ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന് മുന്നോടിയായി നടത്തുന്ന ക്ലാസ്സിൻ്റെ ഭാഗമായി പറയുന്നത് എങ്ങനെ നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് ഒഴിവാക്കാം, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്നുള്ളത് ശുചിത്വമാണ്. അത് 2 വിധത്തിലുണ്ട്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. വ്യക്തി ശുചിത്വം അതാത് വ്യക്തികൾ കൈ കഴുകുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ടവലുകളോ കൈമുട്ടോ ഉപയോഗിച്ച് മറച്ചു പിടിച്ചുകൊണ്ട് ചെയ്യുക. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുന്നത് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല, ഓർമ്മപ്പെടുത്തലാണ്. ഇതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. പിന്നീടുള്ളത് പരിസര ശുചിത്വമാണ്. അത് നമ്മൾ ഓരോ വീടുകളിൽ നിന്നും തുടങ്ങിയാൽ നമ്മുടെ നാട്
വൃത്തിയായി കിടക്കും. കൊതുക് മുട്ടയിടാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാം. ഇങ്ങനെ ഡ്രൈ ഡേ ഒക്കെ ആചരിക്കാൻ ഇപ്പം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഓരോ വീടുകളിൽ നിന്നും അത് ആരംഭിച്ചാൽ മാത്രമേ ഓരോ ഗ്രാമവും വൃത്തിയാവുകയുള്ളൂ. ഓരോ ഗ്രാമം വൃത്തിയായി കഴിയുമ്പം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ എല്ലാ ഓരോ പ്രദേശവും വൃത്തിയായി കഴിയുമ്പം നമ്മുടെ നാട് തന്നെ വൃത്തിയാവും. അതിന് പിന്നെ പഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ടിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല നമുക്ക് നാട് നന്നാക്കാൻ. ഒരു വീട് വൃത്തിയാക്കുമ്പോൾ തന്നെ ആ വീടിനോട് ചേർന്നുള്ള റോഡ് സൈഡും കൂടി വൃത്തിയാക്കാൻ അതാത് വീട്ടുകാർ ശ്രദ്ധിച്ചാൽ പിന്നെ ആ നാട് വൃത്തിയാവുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാമല്ലോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലം, വളരെ കുറച്ച് സ്ഥലമേ റോഡിനോടോ അല്ലെ പൊതു പ്രദേശത്തോടോ ചേർന്ന് വരത്തുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ട് നമ്മൾ തന്നെ അത് വൃത്തിയാക്കുക. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവരുടെ കൈ കഴുകിച്ച് കൊടുക്കുക. രോഗം വരുന്ന കുട്ടികളുടെ കൂടെ ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അന്നേരം നമ്മൾ ശുചിത്വം പാലിക്കുക. പിന്നെ വെള്ളം എപ്പോഴും തിളപ്പിച്ചു കൊടുക്കുക. അതിനകത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് തിളപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള മരുന്നുകളാണ്. അത് നമ്മൾ കൊടുക്കുന്നത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അസുഖം വന്നവർക്കുള്ളതല്ല, ഇനി വരാതിരിക്കാനുള്ള പ്രതിരോധം എന്നുള്ള രീതിയിലും മരുന്നുകൾ നമ്മളിവിടെ തരുന്നുണ്ട്. എല്ലാവർക്കും വന്ന് വാങ്ങാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടറാണ് ഇരിക്കുന്ന തോമസൻ സാറ്. യോഗയെക്കുറിച്ചും കൂടെ പുള്ളി 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം കണ്ണട ഉദാഹരണം നടത്താനാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, ഡോക്ടറെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ ഈ ഒരു ക്യാമ്പിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വന്നത്, ഇപ്പോൾ ഈ യോഗ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് യോഗയെപ്പറ്റി. ഇപ്പോൾ യോഗ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഭാഗമായിട്ട് യോഗ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. അത് എല്ലാ വ്യാഴാഴ്ചകളിലും 10 മണിക്കാണ്. 10 തൊട്ട് 11, 11:15 വരെയുണ്ട്. അപ്പം ഈ വർഷത്തെ യോഗാ ദിനാചരണം ജൂൺ 21-ാം തീയതിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കപ്പെടുന്നത്. അതിൻ്റെ തീം തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നാണ്. യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് അങ്ങനെ ഒരു ടാഗ് ലൈൻ എടുത്തെന്ന് പറഞ്ഞാൽ, അറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ എടുത്താൽ തന്നെ എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പം ഈ വാർദ്ധക്യസഹജമായ അനവധി അസുഖങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്ക് വാർദ്ധക്യത്തിലും നല്ലൊരു ആരോഗ്യത്തോടെയും മാനസിക ഉന്മേഷത്തോടെയും നിലനിർത്താനാണ് സർക്കാർ തന്നെ അതിൻ്റെ തീം ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ ആണ് ഈ വർഷത്തെ തീം. സോ നമ്മൾ അതുമായിട്ട് പരിചയപ്പെടുത്തുവാനും നിങ്ങളെല്ലാവരെയും ഡിസ്പെൻസറിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നാളെ വ്യാഴാഴ്ച 10 മണിക്ക് ക്ലാസ് ഉണ്ട്. എല്ലാവരും വന്ന് ക്ലാസ്സിൽ സംബന്ധിക്കണം. അത് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമുക്ക് നടത്തപ്പെടുകയും ചെയ്യാം. അപ്പം എല്ലാവരെയും നാളെ 10 മണിക്ക് നമ്മുടെ ഉപ്പുതോട് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് സശ്രദ്ധം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാറ് പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ വ്യാഴാഴ്ചയും 10 തൊട്ട് 11 മണി വരെ നമ്മുടെ ഡിസ്പെൻസറിയിൽ യോഗ ക്ലാസ് ഉണ്ട്. കഴിയുന്ന എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുകയും അതൊരു ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണമെന്നും അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ജീവ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന നേത്ര പരിശീലനത്തോടനുബന്ധിച്ച് നടന്ന കണ്ണാടി വിതരണമാണ്. കണ്ണാടി വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവ ലൈബ്രറിയുടെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട PT ജോർജ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഇവിടെ ജീവ ലൈബ്രറിയിൽ വെച്ച് സൗജന്യമായി നടത്തിയ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നേത്ര പരിശോധന ക്യാമ്പിൽ പങ്കെടുത്ത 37 പേർക്കുള്ള കണ്ണാടി വിതരണം ആണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ലൈബ്രറിയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് PT ജോർജുകൾ രാജീവ് പാണാമ്പറമ്പിൽ അവർക്ക് കണ്ണാടി നൽകിക്കൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്.
നെയ്വേലി ജോസിയേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കീലത്തെ സോമൻ ചേട്ടൻ, റീന ബെന്നി, രണ്ട് കണ്ണാടി വിതരണം ഉദ്ഘാടനം ചെയ്ത ഈ ജീവ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ പി ടി ജോർജ് സാറ് 2 വാക്ക് സംസാരിക്കും. നമ്മുടെ ജീവ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ കണ്ണാടി വിതരണത്തിനും നേരത്തെ നടത്തിയ ക്യാമ്പിൽ നിന്ന് 37 പേർക്ക് കണ്ണാടി ലഭിക്കുകയും ചെയ്തു. തുടർന്നും ഇതുപോലുള്ള എല്ലാ പരിപാടികളിലും സഹൃദരായ എല്ലാ നാട്ടുകാരും സഹകരിച്ച് അതിൽ പഞ്ചായത്തിൻ്റെയും എല്ലാം സഹകരണത്തോടു കൂടി ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. ഇതിൻ്റെ ഉദ്ഘാടന സെഷൻ അവസാനിക്കുകയാണ്. ഇനി മെഡിക്കൽ പരിശോധനയാണ്. നമ്മുടെ ഈ ക്യാമ്പിന് പൊതുപരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ 3-ാം വാർഡിലെ ആശാവർക്കറായിട്ടുള്ള ശ്രീമതി മൗളി പുഷ്കരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നമ്മുടെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ജീവ ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ കണ്ണാടി വിതരണവും. എന്തായാലും ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ജീവ ലൈബ്രറി പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ഈ വാർഡിലെ മെമ്പറിനെ നന്ദി പറയുന്നു. അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് സണ്ണിച്ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ആയുർവേദത്തിലെ ഡോക്ടർ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കുവാനും മരുന്ന് മേടിക്കാനും എല്ലാം എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.